Pinnacle Academy Malayalam tutorial പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചൊരു ചാപ്റ്റർ ആയിരുന്നു പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അത് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിളും ഫാക്ടോറിയൽ നൊട്ടേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി നമുക്ക് പെർമ്യൂട്ടേഷനിലേക്കാണ് നടക്കേണ്ടത്. നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് നിന്നൊക്കെ പിള്ളേർ വിളിച്ച് പറഞ്ഞിരുന്നു വീഡിയോ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ പകുതി ചെയ്തിട്ടിരുന്നതായിരുന്നു. തിരക്ക് മൂലം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞാണെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പെർമ്യൂട്ടേഷൻ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പെർമ്യൂട്ടേഷൻ, a permutation is an arrangement in definite order of a number of objects. Take some or all at a time. അത്ര നമുക്ക് നോക്കാം. എ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റിൻ്റെ ഡെഫിനിറ്റ് ഓർഡർ, നമ്മളൊരു ഡെഫിനിറ്റ് ഓർഡറിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതാണ്. തന്നിരിക്കുന്ന കുറച്ച് നമ്പറിനെയോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ നമ്പറിനെയോ ഡെഫിനിറ്റ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ആണ് നമുക്ക് തരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ 6 എടുക്കത്തുള്ളൂ, കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ, 6 അറ്റ് എ ടൈം. ആൻഡ് പിന്നെ വേറൊരു കണ്ടീഷൻ, അവരൊരു കണ്ടീഷൻ പറയുന്നത് 0 ലെസ് ദാൻ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. 0 ലെസ് ദാൻ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അത് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞുതരാം. ആൻഡ് ദ ഒബ്ജക്ട് ഡു നോട്ട് റിപ്പീറ്റ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒബ്ജക്ട് ഡു നോട്ട് റെപ്പറ്റീഷൻ അലൗഡ് അല്ല. പിന്നെ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ NPR. NPR എന്ന് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ ആണ് NPR is equal to n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ദ ഹോൾ ഫാക്ടോറിയൽ. NPR എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് n പെർമ്യൂട്ട്സ് ഓവർ r എന്നാണ്. n പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ n പിക്ക് എന്ന് പറയും. n പിക്ക് ഓവർ r എന്ന് വെച്ചാൽ n ഒബ്ജക്റ്റ് തന്നിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ n നമ്പേഴ്സ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ 6 എണ്ണത്തിന് നമ്മൾ പിക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. n പിക്സ് ഓവർ r അതാണ് NPR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദ ഡിജിറ്റ്സ് 1 to 9 if no digit is repeated. റെപ്പിറ്റേഷൻ അലൗഡ് അല്ല പെർമ്യൂട്ടേഷൻ്റെ കേസ്. അപ്പോൾ നോക്കുക, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ്, എത്ര 3 അക്ക സംഖ്യകൾ നമുക്ക് ഫോം ചെയ്യാം. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ നിന്ന് നമുക്ക് എത്ര 3 അക്ക സംഖ്യകൾ ഫോം ചെയ്യാമെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത് NPR is equal to n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ പറയുന്നത് n പിക്ക് ഓവർ r എന്നാണ് പറഞ്ഞത്. n എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടോ, നമുക്ക് ടോട്ടൽ എത്ര സംഖ്യകളാണ്, 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ. ടോട്ടൽ നമുക്ക് എത്ര സംഖ്യയുണ്ട്, 1 മുതൽ 9 വരെ ടോട്ടൽ 9 സംഖ്യകളുണ്ട്. അതിനകത്ത് ഒരു പിക്ക് ചെയ്യാൻ എത്ര എണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ആറ് ഇവിടെ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ഹിൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ 1 to 9 ആ 9 സംഖ്യ എടുത്ത് പിന്നെ 6 എന്ന് പറയുന്നത് എത്ര 3 ഡിജിറ്റ് നമ്പറാണ് ഫോം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് മതി. അതുകൊണ്ട് തന്നെ 6 9 എണ്ണത്തിനകത്ത് 6 എന്ന് പറയുന്നത് 3 ആണ്. n എന്ന് പറയുന്നത് 9, r എന്ന് പറയുന്നത് 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 9PR ആണ്. അപ്പം n മാറി 9 വന്നു, 9p3, r എന്ന് പറയുന്നത് 3. n മാറി നമുക്ക് 9 വന്നു, r മാറി നമുക്ക് 3 വന്നു. ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n-ന് പകരം 9, r-ന് പകരം 3. 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 3 ദ ഹോൾ ഫാക്ടോറിയൽ ഈക്വൽ ടു 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ആണ്. നമ്മൾ നേരത്തെ ആദ്യം ബേസിക് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്. n ഫാക്ടോറിയലിനെ നമുക്ക് മാറ്റി n മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു n എന്ന് എഴുതാമെന്ന് പറഞ്ഞായിരുന്നു. അതിനെ നമുക്ക് വേണമെങ്കിൽ 9 ഫാക്ടോറിയലിനെ മാറ്റി ഇപ്പോൾ 5 ഫാക്ടോറിയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് എഴുതാം. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ നമുക്കിവിടെ 6 ഫാക്ടോറിയൽ അല്ലെങ്കിൽ മണ്ടക്കത്തെ 9 ഫാക്ടോറിയലിനെ മാറ്റി 6 ഫാക്ടോറിയലിൻ്റെ ടേമിലിടണം. എന്ന് വെച്ചാൽ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യേണ്ടതുകൊണ്ടാണ് ഈ 9 ഫാക്ടോറിയലിനെ മാറ്റി 6 ഫാക്ടോറിയലിൻ്റെ ടേമിലാക്കുക. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി വരുന്നത് 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയലും വെട്ടിപ്പോയി. ദെൻ 9p3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? അത് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ 7 ഇൻറ്റു 8 ഇൻറ്റു 9 ആണ്. 7 ഇൻറ്റു 8 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 504. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമുക്ക് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി 1 മുതൽ 9 വരെയുള്ള സംഖ്യക്കകത്തുനിന്ന് ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാന്നുള്ളതാണ്. 504 504 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. നോക്കുക, ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 5 if no digit is repeated
ഹൗ മെനി ഓഫ് ദിസ് വിൽ ബി ഈവൻ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സെക്ഷൻ മാത്രം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 5 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ 1 2 3 4 5 എന്നുള്ള 5 സംഖ്യകൾ വെച്ച് നമുക്ക് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. n എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം 5 നമ്പേഴ്സ് ഉണ്ട്. n = 5. r എന്ന് പറയുന്നത് നേരത്തെ എഴുതുകയാണ്. അതേപോലെ തന്നെ r എന്ന് പറയുന്നത് നമുക്ക് 4 ഡിജിറ്റ് നമ്പറാണ് ഫോം ചെയ്യേണ്ടതുകൊണ്ട് r എന്ന് പറയുന്നത് 4. അപ്പോൾ 5p4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5p4 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ബൈ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതാം. ഞാൻ നേരത്തെ ഇക്വേഷൻ എഴുതിയോണ്ടാണ് എടുത്ത് പിന്നെ എഴുതാത്തത്. ഇക്വേഷൻ ആദ്യം എഴുതിയേക്കണം. NPR = n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ, അത് എഴുതിയേക്കണം. 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 4 ദി ഹോൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 1 = 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 2 × 3 × 4 × 5 ആണ്. എന്ന് പറയുന്നത് 6 5 4 20 120 ആണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ആ ഒരു കേസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അവർ വെച്ചിരുന്ന ഹൗ മെനി ഓഫ് ദിസ് വിൽ ബി ഈവൻ. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഈവൻ ആവുമെന്ന് വെച്ചാൽ നമ്മൾ ഫോം ചെയ്യുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഈവൻ ആവുമെന്ന്. ഈവൻ ആണെങ്കിൽ നമുക്ക് നോക്കുക, നമുക്ക് ബോക്സ് വരച്ചെന്ന് പറഞ്ഞുതരാം. അത് ഈവൺ ആകണമെങ്കിൽ 4 ഡിജിറ്റ് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ അകത്ത് 1 2 3 4 5 എന്ന് പറയുന്ന ഈ 5 സംഖ്യക്കകത്ത് 2 നമ്പർ മാത്രമേ ഉള്ളൂ നമുക്ക് ഈവൻ നമ്പർ എന്ന് പറയുന്നത്. 2 നമ്പർ എന്ന് വെച്ചാൽ 4 ഡിജിറ്റ് നമ്പർ നമുക്ക് ഫോം ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, 2 4 ഉള്ളൂ നമുക്ക് ഈവൻ നമ്പർ. ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ, അതേ 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഏതാണെങ്കിലും ഈവൻ ആണെങ്കിൽ അവസാനത്തെ സംഖ്യ ഈവൻ ആയാൽ മതി. ഒറ്റ സംഖ്യയല്ല, 4 ഡിജിറ്റ് നമ്പർ ആയിട്ട് തന്നെ അവസാനത്തെ സംഖ്യ ഈവൻ ആയിരിക്കണം. ഇപ്പോൾ 1 2 3 4 5 അല്ല 1 2 3 5 1 2 3 5 ഇത് ഒരു ഈവൻ നമ്പർ അല്ല, ഇതൊരു ഓഡ് നമ്പർ എന്ന് വെച്ചാൽ അവസാനിച്ചേക്കുന്ന ഓഡ് കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊരു ഈവൻ നമ്പർ അല്ല. നമുക്ക് ഈവൻ കൊണ്ട് തന്നെ അവസാനിച്ചാലേ ഈവൻ നമ്പറാന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന കേസ് എന്ന് പറയുമ്പം 2 4 ഉള്ളൂ ഇവിടെ നമുക്ക് ഈവൻ നമ്പർ. ആ 2 സംഖ്യകളിൽ ഈ 2ലും 4ലും ഏതെങ്കിലും ഒരു സംഖ്യ ആ അവസാനത്തെ കോളത്തിൽ വന്നിരിക്കണം. അപ്പോൾ അവസാനത്തെ കോളത്തിൽ വരാൻ സാധ്യതയുള്ള ആ ഒരു കോളം മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 സംഖ്യകളുണ്ട്, 2 4. അവിടെ നമുക്ക് n എന്ന് പറയുന്നത് 2. ഈ ഒരു കോളത്തിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്. n എന്ന് പറയുന്നത് 2. അവിടെ എടുക്കേണ്ട ഒരു സംഖ്യ നമുക്ക് മതി, r എന്ന് പറയുന്നത് 1. പിന്നെ ബാക്കിയുള്ള കോളത്തിൻ്റെ കേസ് കൺസിഡർ, ഈ ഒരു കോളത്തിൻ്റെയാണ് നോക്കുന്നത്. ഈ ഒരു കോളത്തിൻ്റെ കേസാണ് n 2 r 1 എന്ന് പറയുന്നത്. ഇനി ഈ 3 കോളം ഉള്ളത്, ബാക്കിയുള്ള 3 കോളം നമുക്ക് ഇടാനുണ്ട്. ആ 3 കോളത്തിൻ്റെ കേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 2 കൊടുത്ത്, ഈ ഒരു കോളത്തിൻ്റെ കേസാണ് ഇവിടെ നമ്മൾ നോക്കിയത്. ഇനി ഇവിടെ നമ്മൾ 2 കൊടുക്കുന്നതെങ്കിൽ ഇനി നമുക്ക് ഏതൊക്കെ സംഖ്യകൾ ഇവിടെ ഇപ്പുറത്ത് യൂസ് ചെയ്യാം? 1 3 4 5 4 സംഖ്യകൾ നമുക്ക് യൂസ് ചെയ്യാം 2 കൊടുത്തു കഴിഞ്ഞാൽ. എന്തായാലും 2 4 ഒരു സമയം നമ്മളൊരു കോളത്തിൽ കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ 2 കൊടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള 4 സംഖ്യകൾ യൂസ് ചെയ്യാം. 4 കൊടുക്കുന്നതിലും ബാക്കിയുള്ള 1 2 3 5 എന്നുള്ള സംഖ്യകൾ യൂസ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെയുള്ള കേസ് എന്ന് പറയുന്നത് ടോട്ടൽ n എന്ന് പറയുന്നത് 4, p എന്ന് പറയുന്നത് 3 അല്ല p അല്ല സോറി r എന്ന് പറയുന്നത് 3. ഇതിൻ്റെ 2ൻ്റെയും കൂടെ കേസ് നമ്മൾ ഇൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ കാണണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ 4p3 × 2p1 കണ്ടുവച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം 2p1 കണ്ടുപിടിക്കാം. 2 ഫാക്ടോറിയൽ ബൈ 2 - 1 ദ ഹോൾ ഫാക്ടോറിയൽ = 2 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ മാത്രം നോക്കിയാൽ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 2 = 2 ആണ് നമുക്ക് ഉത്തരം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതിന് 4p3 കണ്ടുപിടിക്കുക. 4p3 എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ബൈ 4 - 3 ദ ഹോൾ ഫാക്ടോറിയൽ. ഇങ്ങനെ നേരെ എഴുതുന്ന നിങ്ങൾ അങ്ങനെയാണ് എഴുതുന്നത്. കറക്റ്റ് ഈക്വൽ താഴത്തായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എളുപ്പം ഒന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നുള്ളൂ. 4 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ. അവിടുത്തെ പോലെ ഇനി 4 ഫാക്ടോറിയൽ മാത്രം നോക്കിയാൽ മതി. 1 × 2 × 3 × 4 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ നമുക്ക് 4p3 കിട്ടി, 2p1 കിട്ടി. ഇനി അത് രണ്ടും കൂടെ തമ്മിൽ ഇൻറ്റ് ചെയ്താൽ മതി. 4p3 × 2p1 എന്ന് പറയുന്നത് 24 × 2 = 48. ഇതാണ് ഹൗ മെനി ഓഫ് ദിസ് വിൽ ബി ഈവൻ, എത്ര ഈവൻ ആകും എന്നുള്ളതിൻ്റെ. നമുക്ക് തന്നേക്കാം 120 എണ്ണത്തിൽ 48 നമ്പേഴ്സ് ഈവൺ ആയിരിക്കും. 120 എണ്ണം തന്നേക്കുന്നത് 48 നമ്പേഴ്സ് ഈവൺ ആയിരിക്കും, ബാക്കിയുള്ളത് ഓടായിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് തന്നെ ഒന്നുകൂടെ എടുത്ത് പറയാം. 2 എണ്ണമുള്ള ഈവൻ നമ്പർ ആണെങ്കിൽ അവസാനത്തെ കോളത്തിൽ എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ വന്നിരിക്കണം, 2 4 വരണം. അപ്പോൾ ആ ഒരു കോളത്തിൻ്റെ മാത്രം കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ആ ഒരു കോളത്തിൻ്റെ മാത്രം കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ
n എന്ന് പറയുന്നത് 2, r എന്ന് പറയുന്നത് 1. അടുത്ത 3 കോളത്തിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഒരെണ്ണം ഈവൻ എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഈവൻ നമ്പറും ഇവിടെ എവിടെയെങ്കിലും എഴുതാം നമുക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ n = 4, r = 3. അപ്പോൾ ഇതാണ് 48 ആണ് ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് n-1p3 np4 = 1:10. ഇതെല്ലാവരും ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണ്. n കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിനെ എഴുതാം. n-1p3/np4 = 1/9 എന്നാണ്. നമ്മൾ ഇക്വേഷൻ ഓർത്ത് വെക്കുക. npr-ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n⁻⁴/n-r². ഇതെപ്പോഴും ഓർത്ത് വെക്കുക. ഇത് പഠിച്ച് വെച്ചേക്കണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 9-1p3 എന്നിന് പകരം n-1p3 ആണ് വന്നിരുന്നത്. എന്നിന് പകരം n-1 വന്നേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് എഴുതിയാൽ മതി എന്നിന് പകരം. അപ്പോൾ n⁻⁴ പകരം ഇവിടെ വരുന്ന n-1 n⁻⁴ n-r എന്ന് പറയുന്നത് n-1 - 3 n⁻⁴ ഓൾ ഡിവൈഡഡ് ബൈ. ഇനി ഇതിൻ്റെ np4ൻ്റെ നമുക്ക് ഇതുപോലെ തന്നെ അതിന് മാറ്റമൊന്നുമില്ല, n തന്നെ വന്നത്. അതുകൊണ്ട് n⁻⁴ n-4 = 1/9. നമ്മളിവിടെ ചെയ്യുന്നത് തിരിച്ചെഴുതുവിനെ ഈ ഡിവൈഡ് ചെയ്തേക്കുന്നതിന് നമുക്ക് ഇൻറ്റു ചെയ്യുന്നൊരു ഫോമിൽ എഴുതാം. എന്ന് വെച്ചാൽ n-1 എല്ലാവർക്കും അറിയാവുന്നതാണ്. n-1 - 3 എന്ന് പറയുമ്പോൾ n-4 ഇൻറ്റു ഇതിനെ തിരിച്ചെഴുതി ഇത് തന്നെ മണ്ടയ്ക്ക് വരുന്നത്. അപ്പോൾ n-4 n⁻⁴ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവുന്ന n-4 ഇതും വെട്ടിപ്പോവും. = 1/9 എന്നാണ്. അപ്പോൾ ഇത് വെട്ടിപ്പോകുമ്പോൾ ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ n-1 = 1/9 എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു n⁻⁴ മാറ്റി നമ്മൾ n-1 n എന്ന് എഴുതും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ n-1 നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ നമ്മൾ n-1 ഈ n⁻⁴ മാറ്റി n-1 n എന്ന് എഴുതും. = 1/9. n-1 വെട്ടിപ്പോയി. 1/n = 1/9. 1/n = 1/9 ആണെങ്കിൽ നമുക്ക് n = എന്താണ്? 9 ആണ് ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n such that np5 = 42 × np3 where n > 4. ആ കണ്ടീഷൻ നമുക്ക് അവസാനം നോക്കാൻ ഉള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഫൈൻഡ് n ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് np5 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ ഡയറക്റ്റ് അങ്ങ് കൊടുക്കുക. ആ ഇക്വേഷൻ എടുത്തെഴുതൊന്നും വേണ്ട, ഇല്ലൊന്ന് എഴുതിയേക്കാം. നീ എഴുതിയില്ലെന്ന് വേണ്ട. 42 × np3. അപ്പോൾ npr-ൻ്റെ ഫോർമുല ഓർത്ത് വെക്കുക. n⁻⁴ n-r². അപ്പോൾ np5 എന്ന് പറയുന്നത് n⁻⁴ n-5 = 42 × np3 എന്ന് പറയുന്നത് n⁻⁴ n-3 ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് n⁻⁴ ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ 1/n-5 = 42 × 1/n-3 ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്ന കണ്ടീഷനുണ്ട്. n⁻⁴ നമ്മൾ മാറ്റി n-1 n എന്ന് എഴുതി. അതിൻ്റെ തൊട്ട് മുമ്പ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേമേ ഇൻറ്റു അതെന്നും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു അത് തന്നിരിക്കുന്നതെന്ന് എഴുതാം നമുക്ക്. അപ്പം ഇവിടെ n-3 ആണ് വലുത് n-5 മൈനസ് ടേം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിനെ അപ്പുറത്ത് കിടക്കുന്നതിന് നമുക്ക് n-5 ടേമിൽ എഴുതണം. അപ്പം 42 × 1/n-5 ഇൻറ്റു n-4 ഇൻറ്റു n-3 എന്ന് എഴുതാം. അതിനെ മാറ്റി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ക്യാൻസലായി പോയി. ദെൻ ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. n- അവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. n-4 × n-3 = 42 എന്ന് കിട്ടി. ഇനി ഇതിനെ അകത്തേക്ക് കൊടുക്കുക. n × n എന്ന് പറയുന്നത് n², 4 × n -4n. ഇനി n × -3 -3n 4 × -3 + 12 = 42 എന്ന് കിട്ടി. നമ്മൾ നോക്കുക, ഇതിനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി എഴുതാം. n² -4n -3n -7n + 12 -42 = 0 എന്ന് കിട്ടി. ഇനി നമ്മൾ മാറ്റി n² -7n -30 = 0.
ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കും. ഇവിടെ നമ്മൾ ആദ്യം n ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇതിനകത്ത് എ എന്ന് പറയുന്നത് 7 ആണ്, ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 1 ആണ്, സോറി ബി എന്ന് പറയുന്നത് -7, സി എന്ന് പറയുന്നത് -30. നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 -7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 30 ഈക്വൽ ടു 49 മൈനസ് 120 മൈനസ് ഉണ്ട് ഇവിടെ, അപ്പോൾ പ്ലസ് 120 ആവും. അപ്പോൾ 169 കിട്ടും. 169 എന്ന് പറയുമ്പോൾ ചെയ്യാം നമുക്ക്. ഇവിടെ മൈനസ് ബി, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അവിടെ മൈനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 169 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ, 2 ഇൻറ്റു 1, 2n ആണ്, 2 ഇൻറ്റു 1 എന്ന് ഇട്ടേക്കാം. അപ്പോൾ 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 169 എന്ന് പറഞ്ഞാൽ 13ൻ്റെ റൂട്ടാണ് 169. 7 പ്ലസ് ഓർ മൈനസ് 13/2. രണ്ട് കേസ് വരും. n ഈസ് ഈക്വൽ ടു 7 പ്ലസ് 13/2 ഓർ n ഈസ് ഈക്വൽ ടു 7 മൈനസ് 13/2 എന്ന് പറയുമ്പോൾ 20/2 ഓർ പറഞ്ഞല്ലേ ഇടണ്ട ഈക്വൽ ടു -6/2. 10 കിട്ടി, n ഈസ് ഈക്വൽ ടു -3 കിട്ടി. ഇനിയാണ് നമുക്ക് ആദ്യം തന്നിരുന്ന കണ്ടീഷൻ നോക്കേണ്ടത്. n ഗ്രേറ്റർ ദാൻ 4, n കിട്ടുന്ന ഉത്തരത്തിൽ n ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സംശയമില്ല. n ഈസ് ഈക്വൽ ടു 10 n ഈസ് ഈക്വൽ ടു -3 കിട്ടിയതിൻ്റെ അകത്ത് ഏതാണ് n ഗ്രേറ്റർ ദാൻ 4 വരുന്നത്? -3 എന്ന് പറയുമ്പോൾ n-നെക്കാട്ടി വലുതല്ല എന്തായാലും. അപ്പം നമുക്ക് -3 എടുക്കേണ്ട കാര്യമില്ല. n ഈസ് ഈക്വൽ ടു 10 ആണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ n ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ നമുക്ക് 10 ആണ്. ഗ്രേറ്റർ ദാൻ 4 ആയിട്ടുള്ള ഈ രണ്ടെണ്ണത്തിൽ 10 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ n ഈസ് ഈക്വൽ ടു 10 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നേരത്തെ നമ്മൾ n കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനായിരുന്നു, ഇനി നമുക്ക് r കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കുക, ഫൈൻഡ് r 5pr ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6pr മൈനസ് 1. ഒന്നും ചെയ്യേണ്ട, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5pr-ന് പകരം 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ എന്ന് എഴുതുക. ഈക്വൽസ് 2 ഇൻറ്റു 2 അവിടെ കിടക്കണം, 2 ഇൻറ്റു 6pr മൈനസ് 1 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് ഓഫ് r മൈനസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് എഴുതുക. ദെൻ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ. ഇത് ഇക്വേഷനാണ് മറ്റേ npr ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് 1 ദി ഹോൾ n മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ. ആ ഇക്വേഷനാണ്, അത് ഓർത്ത് വെക്കുക. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് നേരത്തെ n-ൻ്റെ സ്ഥാനത്ത് n മൈനസ് 1 പോലെ r-ൻ്റെ സ്ഥാനത്ത് r മൈനസ് 1 ഒന്ന്, വേറെ ഒന്നും ചെയ്യണ്ട. ആ r എഴുതുന്നിടത്ത് നമ്മൾ r മൈനസ് 1 എന്ന് എഴുതുന്നേ ഉള്ളൂ. ഇത് നോക്കുക, 2 ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ്, ഈ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ 6 മൈനസ് r മൈനസ് 1 എന്ന് വരും. എന്ന് വെച്ചാൽ 6 മൈനസ് r മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 എന്ന് വരും. അപ്പം 6 പ്ലസ് 1 7 മൈനസ് r ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് വരും. അത് നോക്കാം, 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് r ദ ഹോൾ ഫാക്ടോറിയൽ ഈക്വൽ 2 ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 7 മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടുത്തെ ഈ ടൈമിനെ മാറ്റി നമുക്ക് 5 ഫാക്ടോറിയലിൻ്റെ ടൈമിൽ എഴുതാം. ഇവിടുത്തെ 6 ഫാക്ടോറിയലിനെ മാറ്റി 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അല്ല, ആദ്യം ഒരെണ്ണം നമുക്ക് ചെയ്യാം. 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ ഈക്വൽസ് 2 ഇൻറ്റു ഇതിനെ മാറ്റി 6 ഫാക്ടോറിയലിനെ മാറ്റി 5 ഫാക്ടോറിയലിൻ്റെ ടൈമിൽ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ, പിന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന 7 മൈനസ് r ദി ഹോൾ ഫാക്ടോറിയലിനെ മാറ്റി ഇതിൻ്റെ ടൈമിൽ എഴുതാം. ചെറുതാക്കി എഴുതി വരാം. അപ്പോൾ 5 മൈനസ് r ദി ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് r ഇൻറ്റു 7 മൈനസ് r എന്ന് എഴുതാം. ഒരു സ്റ്റെപ്പിൽ തന്നെ രണ്ടും കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5 ഫാക്ടോറിയലും വെട്ടിപ്പോയി. ഈ 5 മൈനസ് r ഫാക്ടോറിയൽ ഇവിടുത്തെയും വെട്ടിപ്പോയി. ദെൻ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കാണ്. 6 മൈനസ് r, ഇവിടെ 1 മാത്രമേ ഉള്ളൂ. 6 മൈനസ് r ഇൻറ്റു 7 മൈനസ് r ഈക്വൽസ് 12 എന്ന് കിട്ടും. ഇതിനകത്തോട്ട് കൊടുക്കുക. 6 ഇൻറ്റു 7 42 മൈനസ് 6r മൈനസ് 7r
പ്ലസ് മൈനസ് ആറിന് മൈനസ് ആർ പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 12. ഇതിനെ അറേഞ്ച് ചെയ്ത ആർ സ്ക്വയർ മൈനസ് 6r മൈനസ് 7r മൈനസ് 13r പ്ലസ് 42 12നെ ഇപ്പുറത്ത് കൊണ്ടുവരിക മൈനസ് 12 ഈക്വൽ 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാക്കാനാണ്. Then r square minus 13r plus 42 minus 12. 42 minus 12 എന്ന് പറഞ്ഞാൽ 30 plus 30 equals 0. ഞാൻ നേരത്തെ പോലെ തന്നെ എഴുതുക r is equal to അവിടെ n is equal to നമുക്ക് n കണ്ടുപിടിക്കണം. ഇവിടെ r is equal to minus b plus or minus root of b square minus 4ac by 2a. b square minus 4ac ഇങ്ങോട്ട് മാറ്റി കണ്ടുപിടിക്കുക. a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് മൈനസ് 13 ആണ്, സി എന്ന് പറയുന്നത് 30 പ്ലസ് 30. നമുക്ക് കണ്ടുപിടിക്കാം ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 13ൻ്റെ സ്ക്വയർ 169 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 30 169 മൈനസ് 34 120 169 മൈനസ് 120 49 എന്ന് കിട്ടും. 49 കിട്ടി. ആർ ഈസ് ഈക്വൽ ടു മൈനസ് ബി ആണ്, ഇവിടെ മൈനസ് തന്നെയാണ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആവും. മൈനസ് ഓഫ് മൈനസ് 13 എന്നാണ്. അപ്പോൾ പ്ലസ് 30 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഈക്വൽസ് 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 എന്ന് പറയുന്നത് 7 ആണ്. 7ൻ്റെ സ്ക്വയർ ആണ് 49 ബൈ 2 ഈക്വൽസ് രണ്ട് കണ്ടീഷൻ ഉണ്ട്. 13 പ്ലസ് 7 ബൈ 2 ആർ ഈസ് ഈക്വൽ ടു 13 പ്ലസ് 7 ബൈ 2 ഓർ ആർ ഈക്വൽ 13 മൈനസ് 7 ബൈ 2 ആർ ഈക്വൽ 20 ബൈ 2 ആർ ഈക്വൽ 10 എന്നും ആർ ഈക്വൽ 6 by 2 ആർ ഈക്വൽ 3 എന്നും കിട്ടും. അപ്പോൾ ആർ ഈക്വൽ 10 എന്നും ആർ ഈക്വൽ 3 എന്നും കിട്ടി. നമുക്കിവിടെ n നമുക്ക് അറിയാം 5 ആയിരുന്നു. എൻ പി ആർ 5p ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാമെന്ന് പറഞ്ഞത് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ആർ എന്ന് പറയുന്നത് 0യെക്കാട്ടി വലുതായിരിക്കണം. ആർ എന്ന് പറയുന്നത് 0യെക്കാട്ടി വലുതായിരിക്കണം, എന്നാൽ എന്നിനെക്കാട്ടി ചെറുതോ എന്നിന് തുല്യമോ ആയിരിക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മളുടെ ആറ് ഒന്നില്ലെങ്കിൽ എന്നിന് തുല്യമായിരിക്കണം, എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് 5 ആയിരിക്കണം, അല്ലെങ്കിൽ 5നെക്കാട്ടിൽ ചെറുതായിരിക്കണം. ഇവിടെ നമുക്ക് 6 10ഉം 3ഉം ആണ്, എന്ന് വെച്ചാൽ അപ്പം ഈക്വൽ ആയിട്ടുള്ളത് കിട്ടത്തില്ല, ഈക്വൽ കണ്ടീഷൻ കിട്ടത്തില്ല. നമുക്കിവിടെ 10 ആയി പോയതുകൊണ്ട് ഇനി നമുക്ക് ചെറുത് എന്നിനെക്കാട്ടി ചെറുതാണ് എടുക്കേണ്ടത്. അപ്പോൾ 5നെക്കാട്ടി ചെറുതായിട്ടുള്ളത് 6, ഇവിടെ 3 ആണ്. ആർ ഈസ് ഈക്വൽ ടു 3. നമ്മുടെ ആർ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ എഴുതുന്നത് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഈ കണ്ടീഷൻ നോക്കുക, ഈ കണ്ടീഷൻ നോക്കി നമ്മൾ ആർ എഴുതാവുള്ളൂ. അതിനാണ് നമ്മൾ n കണ്ടുപിടിക്കുമ്പോഴും ഇതേപോലെ കിട്ടുവാണെങ്കിൽ, 2 എണ്ണം കിട്ടുവാണെങ്കിൽ നമുക്ക് അവരൊരു കണ്ടീഷൻ തരുന്നില്ല, n ക്വസ്റ്റ്യൻ്റെ അകത്ത് അവർ തരുന്നില്ല ഇന്നത് എടുക്കാൻ പറയുന്നില്ലെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അലഹബാദ്. മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അലഹബാദ് എന്നുള്ള ഈ വേർഡിൻ്റെ അകത്ത് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എ തന്നെ 1 2 3 4 വട്ടം എ വരുന്നുണ്ട്, എൽ തന്നെ 2 വട്ടം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതിന് ഒരു പ്രത്യേക കേസുണ്ട്, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ഒരു വ്യത്യാസമുണ്ട്, നമ്മുടെ മറ്റേ ഇക്വേഷൻ അല്ല. n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര അപ് ടു pk ഫാക്ടോറിയൽ എന്നാണ്. എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ അത് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇത് 1 2 3 4 5 6 7 8 9 സംഖ്യകളുണ്ട്. അപ്പം 9 ഫാക്ടോറിയൽ ബൈ ഇനി ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകളുടെ എണ്ണം, അതാണ് ഈ p1ഉം p2 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് p1ഉം p2 മാത്രമല്ല, എന്ന് വെച്ചാൽ ഈ a എന്ന് പറയുന്ന സംഖ്യ 4 വട്ടം ഉണ്ട്, 4a ഉണ്ട്. എൽ എന്ന് പറയുന്നത് നമുക്ക് 2 വട്ടം വരുന്നുണ്ട്, എൽ എന്ന് പറയുന്നത് എൽ 2 വട്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ p1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ഇൻറ്റു p2 എന്ന് പറയുന്നത് 2 ഫാക്ടോറിയൽ. ഇത് രണ്ടും മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ.
ഇത് 9 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്ര അക്കങ്ങളുണ്ടാകും അത്രയും, പിന്നെ റിപ്പീറ്റ് ചെയ്തേക്കുന്ന അക്കങ്ങളുടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, രണ്ടെണ്ണേ ഉള്ളൂ, എയും എല്ലും മാത്രമേ ഉള്ളൂ. അപ്പം 9 ഫാക്ടോറിയൽ ബൈ, അല്ലെങ്കിൽ 9 ഫാക്ടോറിയൽ നമുക്ക് മാറ്റി എഴുതാം. 4 ഫാക്ടോറിയലിൻ്റെ ടേമിൽ എഴുതുക ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതിനെ ക്യാൻസൽ ചെയ്യുക. അടുത്തത് ഈ 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2, അത് 2 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 7560 ആണ്. ചെയ്ത് നോക്കിയാൽ മതി, ഇതാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇതും ഒരു വേർഡിൻ്റെയാണ്, മൺഡേ എന്ന് പറഞ്ഞൊരു വേർഡിൻ്റെ. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മൺഡേ അസ്യൂമിങ് ദാറ്റ് നോ ലെറ്റർ ഈസ് റിപ്പീറ്റഡ്. റെപ്പിറ്റീഷൻ അലൗഡല്ല, അത് പെർമ്യൂട്ടേഷൻ്റെ കേസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മൺഡേ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അകത്തുനിന്ന് അവരൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. ഒരു സമയത്ത് നമ്മൾ 4 ലെറ്റർ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ NPR പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ N pick over R എന്ന് വെച്ചാൽ N എന്ന് പറയുന്നത് ഇവിടെ മൺഡേ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത 6 ലെറ്റർ ഉണ്ട്. അപ്പോൾ N 6 ആണ്. ഇവിടെ R എന്ന് പറയുന്നത് 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. നമുക്ക് അതിൻ്റെ ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നത് N pick over R. എന്തോ 6 എണ്ണമുള്ള 6 കണ്ടീഷൻ N = 6 ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് 6 എന്ന് പറയുന്ന അവർ വന്നേക്കുന്നത് 4 എണ്ണം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം എന്ന് പറയുമ്പോൾ 6 എണ്ണം പിക്ക് ഓവർ 4 എന്ന് വെച്ചാൽ 4 എണ്ണമുള്ള 6 എണ്ണമുള്ളതിൻ്റെ അകത്ത് നമുക്ക് 4 എണ്ണം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കുക. 6p4 എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 6 minus 4 the whole factorial is equal to 6 factorial by 2 factorial. ഇത് ക്യാൻസൽ ചെയ്യാൻ ഇതിനെ 2 ഫാക്ടോറിയലിൻ്റെ ടേമിലാക്കി എഴുതുക. 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇത് ക്യാൻസലായി പോയി, നമുക്ക് 360 എന്ന് കിട്ടും. അടുത്ത നോക്കാം രണ്ടാമത്തെ കേസ്. ഓൾ ദി ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. എല്ലാ ലെറ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം N pick over R ൻ്റെ N 6 വരും എന്ന് വെച്ചാൽ 6 അക്കങ്ങളുണ്ട്. മണ്ടീനകത്ത് ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നേരത്തെ കണക്ക് പോലെ നമുക്ക് അങ്ങനെ വേറെ കേസൊന്നും ചെയ്യണ്ട, നമ്മളെ ജനറൽ കേസ് വെച്ച് അങ്ങ് ചെയ്താൽ മതി. ഇപ്പം N = 6. 6 ഇവിടെ ഓൾ ലെറ്റേഴ്സ് ആർ യൂസ് എന്ന് പറയുമ്പോൾ 6 6 ആണ്. എന്നാൽ 6 എണ്ണം ഉള്ളതിൻ്റെ അകത്ത് നമുക്ക് 6 അക്കങ്ങൾ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ 6p6 കണ്ടുപിടിക്കുക. 6p6 എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 6 minus 6 the whole factorial is equal to 6 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ 6 ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിക്കുക. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 എന്ന് പറയുന്നത് 720 ആണ്. 720 ആണ് ഉത്തരം. അടുത്ത മൂന്നാമത്തെ കേസ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്തൊരു കണക്കിൻ്റെ ഒരു കേസാണ്. നമുക്ക് ആ കോളം വരച്ച് നോക്കാം. N P എടുക്കുന്നതിന് പകരം കോളം 6 കോളം വരും. 1 2 3 4. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഓൾ ദ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ബട്ട് ഫസ്റ്റ് ലെറ്റർ ഈസ് എ വവ്വൽ. എല്ലാ ലെറ്ററും നമുക്ക് യൂസ് ചെയ്യും. ഈ 6 ലെറ്ററിൻ്റെ അകത്ത് ടോട്ടൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. 6 ലെറ്റേഴ്സിൻ്റെ അകത്ത് വവ്വൽ എന്ന് പറയുമ്പം വവ്വൽ എന്ന് പറയുമ്പോൾ ഓയും എയും. വവ്വൽസ് എന്ന് പറഞ്ഞാൽ 2 വവ്വൽസ് ഉണ്ട്, O, A. ബാക്കി 4 എണ്ണം കൺസണൻസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കാം ഓയും എയും. അപ്പം ആദ്യത്തെ ലെറ്റർ അവർ പറഞ്ഞേക്കുന്നത് ഓൾറെഡി എല്ലാ ലെറ്ററും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഫസ്റ്റ് ലെറ്റർ ഒരു വവ്വൽ ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്ററിൻ്റെ കേസ് മാത്രം നമുക്ക് നോക്കാം, പിന്നെ നമുക്ക് ഈ 5 ലെറ്ററിൻ്റെ കേസ് അടുത്തായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലെറ്ററിൻ്റെ കേസ് എന്ന് പറയുന്നത് N എന്ന് പറയുന്നത് 2 ആണ്. 2 വവ്വലുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത് R എന്ന് പറയുന്നത് N pick over R ആണ്. അപ്പോൾ N എന്ന് പറയുന്ന 2 വവ്വലുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു വവ്വൽ യൂസ് ചെയ്താൽ മതി, ഒരു അറ്റ് എ ടൈം ഒരെണ്ണം നമുക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ 5 എണ്ണം ഉള്ളതിൻ്റെ കേസിൻ്റെ അകത്ത് നമ്മൾ ഒരു വവ്വലെ ഒരു സമയം യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ O യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി A നമുക്ക് ഇവിടെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിവിടെ A ആ യൂസ് ചെയ്യുന്നതെങ്കിൽ O പിന്നെ ഇവിടെ എവിടെയെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ O ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ A ഇവിടെ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവിടെ ഈ 2 എണ്ണം ഉള്ളത് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ ബാക്കിയുള്ളിടത്ത് നമുക്ക് വേറൊരെണ്ണം യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ N 5 ആണ്. 5 R എന്ന് പറയുന്നത് N നമുക്കിനി ബാക്കി 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഉള്ളതിൻ്റെ അകത്ത് നമുക്ക്
നമുക്ക് 5 എടുക്കാം. 6ഉം 5 എന്ന് വെച്ചാൽ 5 കോളമുണ്ട്. ഇവിടെ 2 കോളത്തിൽ ഒരു കോളം ഉള്ളത് 2 n 2 ഉണ്ടെന്ന് വെച്ചാൽ വവ്വൽ 2 ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു വവ്വൽ അറ്റ് എ ടൈം എടുക്കാൻ പറ്റും. ഇവിടെ 5 കോളം ഉള്ളത് 5 ഉള്ളത് 5 ലെറ്റർ നമുക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ O യൂസ് ചെയ്ത് നമ്മളിവിടെ ഫസ്റ്റ് കോളത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് MNDAY ഇത് ഇത്രയും യൂസ് ചെയ്യാം. അഥവാ നമ്മൾ A ആദ്യം എടുക്കുന്നെങ്കിൽ പിന്നെ നമുക്ക് ഈ O യൂസ് ചെയ്യാം. MONDY ഇത് ഇത്രയും യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒന്നാമത്തെ കോളത്തിൻ്റെ കേസ് എന്ന് പറയുന്നത് n = 2 r = 1 എന്ന് വെച്ചാൽ 2 pick over 1ഉം അടുത്തത് n = 5ഉം r = 5ഉം. അപ്പം 5 pick over 5 ആണ്. അപ്പോൾ നമുക്ക് കേസ് എന്ന് പറയുന്നത് 5p5 × 2p1. നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു കേസാണ്. ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസായിട്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക സെപ്പറേറ്റ് ആയിട്ട്. 5p5 ആദ്യം കണ്ടുപിടിക്കുക. 5p5 എന്ന് പറയുന്നത് 5 factorial by 5 minus 5 the whole factorial ആണ് = 5 factorial by 0 factorial. 5 factorial എത്രയാണ്? 5 factorial 1 × 2 × 3 × 4 × 5. അപ്പോൾ 120 ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത നമുക്ക് 2p1 കണ്ടുപിടിക്കുക. 2 factorial by 2 minus 1 the whole factorial = 2 factorial by 1 factorial. 1 factorial 1 ആണ്. ഇത് 2 factorial നോക്കുക. 1 × 2 = 2. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കേസ് ഇത് നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. 5p5 എന്ന് പറയുമ്പോൾ 5p5 × 2p1 = 120 × 2 = 240. 240 കേസാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ലെറ്റർ നമ്മൾ വവ്വലാക്കി കഴിഞ്ഞാൽ നമുക്ക് 240 കേസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. 6 കോളം ഉള്ളതിൻ്റെ അകത്ത് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് തന്നേക്കുന്നതിൻ്റെ അകത്ത് 2 വവ്വലുണ്ട്. ഫസ്റ്റ് ലെറ്റർ വവ്വലാണെങ്കിൽ n എന്ന് പറയുമ്പോൾ 2 ആണ്. 2 വവ്വലുള്ളത് നമുക്ക് അറ്റ് എ ടൈം ഒരെണ്ണം നമ്മൾ പിക്ക് ചെയ്യുന്നു. പിന്നെ ബാക്കി 5 കോളം ഉള്ളതിൽ ഒരു വവ്വല് പിന്നെ ബാക്കി കിടക്കുന്ന ഒരു വവ്വല് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് പെർമ്യൂട്ടേഷൻസ് ബി അറേഞ്ച്ഡ് ഇഫ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വേർഡ് സ്റ്റാർട്ട് വിത്ത് P ആൻഡ് എൻഡ് വിത്ത് S. സെക്കൻഡ് കണ്ടീഷൻ വവ്വൽസ് ആർ ഓൾ ടുഗദർ. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് there are always 4 letters between P and S. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. വേർഡ് സ്റ്റാർട്ട് വിത്ത് P ആൻഡ് എൻഡ് വിത്ത് S. ഈ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിയിലും എൻഡ് ചെയ്യുന്നത് എസ്സിലും ആയിരിക്കണം. എന്ന് വെച്ചാൽ 12 കോളം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ കോളം വെച്ച് കഴിഞ്ഞാൽ പിയും എസ്സും ഇവിടെ ഫിക്സഡ് ആണ്. അല്ല എസ് എന്നും പി എന്നും എഴുതാൻ പറ്റത്തില്ല. നമുക്ക് പി എന്നും എസ് എന്നും മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരു കണ്ടീഷൻ നോക്കണ്ട. അപ്പോൾ ഈ 2 കോളം നമുക്ക് ഫിക്സഡ് ആണ്. ബാക്കി 10 കോളത്തിൻ്റെ കേസ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അതിൻ്റെ പെർമ്യൂട്ടേഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കേസ് നമ്പർ ഓഫ് വേണമെങ്കിൽ അത് വരച്ച് കാണിക്കാം. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഇനി ബാക്കിയുള്ളത് 10 കോളം. 10 ഫാക്ടോറിയൽ ബൈ ഇതിൻ്റെ അകത്ത് ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ നമ്മുടെ നേരത്തെ ഒരു കേസാണ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ n ഫാക്ടോറിയൽ ബൈ P1 ഫാക്ടോറിയൽ × P2 ഫാക്ടോറിയൽ എക്സെട്ര അപ് ടു PK ഫാക്ടോറിയലിൻ്റെ ആ കേസാണ്. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു T എന്ന് പറയുന്ന ഒരു വേർഡ് ആ ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. T 2 വട്ടം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. നമുക്ക് 10 ഫാക്ടോറിയൽ ഇതിനെ 2 ഫാക്ടോറിയലിൻ്റെ കേസാക്കി എഴുതുക. 2 ഫാക്ടോറിയൽ × 3 × 4 × 5 × 6 × 7 × 8 × 9 × 10 ഓൾ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. തമ്മി ക്യാൻസൽ ആയി പോവും. ഇനി ഇത് ഇൻറ്റു ചെയ്ത് എഴുതുക. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1814. ഇതാണ് ഉത്തരം എന്ന് പറയുന്നത് 1814. അടുത്ത രണ്ടാമത്തെ കേസ് നോക്കുക. രണ്ടാമത്തെ കേസ് എന്ന് അവർ പറയുന്നത് വവ്വൽസ് ആർ ഓൾ ടുഗദർ. വവ്വൽസ് എല്ലാം കൂടെ ഒറ്റ കോളത്തിൽ എഴുതുക. ടോട്ടൽ എത്ര വവ്വൽ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് AEIOU എന്ന് പറയുന്ന അത്രയും വവ്വൽസ് ഉള്ള ആ 5 വവ്വൽസും നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. A ഉണ്ട്, I ഉണ്ട്, E ഉണ്ട്, U ഉണ്ട്, AEIOU ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒറ്റ കോളത്തിൽ എഴുതുന്നു AEIOU. പിന്നെ ബാക്കി നമുക്ക് 7 കോളമേ ഉള്ളൂ. ഇതെല്ലാം ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ ഇതുകൂടെ കൂട്ടി ടോട്ടൽ 8 കോളം വരും. 2 3 4
ടോട്ടൽ 8 കോളമാണ്. 8 കോളം. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കോളത്തിൽ അവർ പറയുന്നത് വവ്വൽസ് ആർ ഓൾ ടുഗദർ, വവ്വൽസ് എല്ലാം ഒന്നിച്ചെഴുതി. അപ്പോൾ ബാക്കി നമ്മൾ ഉള്ള കോളം. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള കേസ് നമുക്ക് നോക്കാം. 8 ഫാക്ടോറിയൽ ആണ്. 8 ഫാക്ടോറിയൽ ബൈ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അത് എഴുതാം. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് 2 കേസ് ഉണ്ട്. നമുക്ക് ഇതിനൊന്ന് ഇൻറ്റു ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കൂടെ ഒരു കേസാക്കി എഴുതണം. അപ്പം ഇതിൻ്റെ ടോട്ടൽ 8 കോളമാണ്. അതിൻ്റെ അകത്ത് 8 ഫാക്ടോറിയൽ ബൈ ഇവിടെ 10 ഫാക്ടോറിയൽ ഇതുപോലെ 8 കോളങ്ങളുണ്ട്. 8 ഫാക്ടോറിയൽ ബൈ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ടി ഇവിടെയുണ്ട്. അപ്പോൾ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു അത് ഇത്രയും ടോട്ടൽ കോളത്തിൻ്റെയാണ് നമ്മൾ. ഇനി ഈ ഒരു ഒറ്റ കോളത്തിൻ്റെ കേസ് എഴുതുക എന്ന് വെച്ചാൽ ഈ വേർഡ് തന്നെ നമുക്ക് ഈ ഐ ഒ യു എന്ന് എഴുതിയേക്കുന്നതിന് തന്നെ നമുക്ക് 5 നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് 5 രീതിയിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. 5 രീതിയിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ 5 എണ്ണം തന്നിട്ടുണ്ട്. 5P5 എന്ന് വെച്ചാൽ 5 എണ്ണം ഉള്ളതിൻ്റെ അകത്ത് നമുക്ക് 5ഉം പിക്ക് ചെയ്യാം. ഇതിൽ തന്നെ 5 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പം 8 ഫാക്ടോറിയൽ ബൈ ഇതിനെ ക്യാൻസൽ ചെയ്ത് എഴുതുക. 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 5P5 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 5 ദ ഹോൾ ഫാക്ടോറിയൽ ഈക്വൽ ടു 3 ഇൻറ്റു 4 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇതുണ്ട് ഇവിടെ. ഇനി 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ആണ്. ഇതിനെ തമ്മിൽ ചെയ്യുക. ഇത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ആണ്. അത് എഴുതുന്നില്ല. പിന്നെ ഈ 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 0 ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഉത്തരം എന്ന് പറയുന്നത് 2419200. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ അത് ഉത്തരം കിട്ടും. ഇതാണ് ഉത്തരം കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടും ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കേസ് നോക്കാം. നമുക്ക് മൂന്നാമത്തെ കേസ് നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ കേസിലേക്ക് നോക്കാം. അതിൻ്റെ അകത്ത് അവർ പറയുന്നത് അത് ശ്രദ്ധിച്ച് നോക്കണം. ദർ ആർ ആൾവേസ് 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ് എന്നാണ് പറയുന്നത്. പിക്കും എസിനും ഇടയ്ക്ക് 4 ലെറ്ററുകൾ വരണമെന്നാണ്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് നോക്കാം. ഒന്ന് പിയും എസിൻ്റെയും ഇടയ്ക്ക് 4 ലെറ്ററെങ്കിലും വന്നിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടാണ് പി എഴുതുന്നതെങ്കിൽ 4 കോളം വിട്ട് എസ് ഇവിടാണ് എഴുതുന്നത്. പിയുടെ എസിൻ്റെ ഇടയ്ക്ക് 4 അക്കങ്ങൾ വരണമെന്നേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. പിന്നെ പി എന്ന് എസ് എന്ന് പറയുന്നത് എസ് എന്നും പി എന്നും എഴുതാം. 2 കേസ് ഉണ്ട്. അപ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഇവിടെ എഴുതി പി എഴുതുകയാണെങ്കിൽ ഇവിടാണ് എസ് എഴുതുന്നത്. ഒരു കണ്ടീഷൻ, ഒരു കേസ് കിട്ടി. ഒന്ന്, ഇനി ഇവിടാണ് പി എഴുതുന്നതെങ്കിൽ എസ് ഇവിടെ എഴുതണം. ഇനി മൂന്നാമത്തെ കോളത്തിലാണ് പി എഴുതുന്നതെങ്കിൽ എസ് ഇവിടെ എഴുതുക. 4ാമത്തെ കോളത്തിലാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എഴുതുക എസ്. അങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ 7 ഓർഡർ കിട്ടും. അപ്പോൾ 7 ഓർഡർ, ടോട്ടൽ 7 ഓർഡർ. അത് തന്നെ നമ്മൾ എസും പിയും കൂടെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ 7 ഇൻറ്റു ഒരു 2 വരും. എന്ന് വെച്ചാൽ ഈ പി എസ് എന്ന് എഴുതുന്ന പോലെ തന്നെ എസ് എന്നും പി എന്നും നമുക്ക് തിരിച്ചും എഴുതാൻ പറ്റും. അതേപോലെ നമുക്കിനി ഫസ്റ്റ് കേസ് നോക്കാം. ആദ്യം പറഞ്ഞ കേസ് നമുക്ക് ഒന്ന് ചിത്രം എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ബാക്കി 10 എണ്ണത്തിൻ്റെ കേസ് നോക്കാം. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു 2 ഫാക്ടോറിയൽ. ശ്രദ്ധിക്കും, ഇത് ആദ്യത്തെ കേസാണ്. ഈ പി യു എസും എവിടെയും വെച്ചാലും ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ആ 2 കോളം നമ്മൾ ആ പി യു എസും അല്ലെങ്കിൽ തിരിച്ചെഴുതുന്ന എസും ബിയും വരുന്ന 2 കോളം നമ്മൾ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ 12 കോളത്തിൽ അത് 2 കോളം എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ബാക്കിയുള്ള കോളമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ആ ഒരു കേസ് മനസ്സിലായി. പിന്നെ അടുത്തെന്ന് പറയുന്നത് 7 ഇൻറ്റു 2 വരുന്നത് വെച്ചാൽ ഇത് 7 ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇത് ഇവിടെ വരുന്ന 1, 2, 3, 4, 5, 6, 7 ഈ 7 ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇൻറ്റു 2 വന്നത് എന്താണെന്ന് വെച്ചാൽ 7 ഇൻറ്റു 2 വന്നത് 2 ടൈംസ്. ഇതിനെ തന്നെ ഒരു വട്ടം അങ്ങനെ തിരിച്ചു അറേഞ്ച് ചെയ്യാം. നമുക്ക് എസ് എന്നും പി എന്നും അറേഞ്ച് ചെയ്യും. എസ് പി അറേഞ്ച് ചെയ്യുന്നത് അതിനും 7 കേസ് ഉണ്ട്. അതാണ് 7 ഇൻറ്റു 2 വന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പം അവസാനം നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ 254016000. ഇതാണ് ഉത്തരം കിട്ടുന്നത്. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ പിയും എസും അല്ലെ എസും പിയും ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ആ 2 കോളം നമുക്ക് വിട്ടുകളയാണ്. അപ്പോൾ ബാക്കി 10 കോളേ ഉള്ളൂ. അതിൻ്റെ കണ്ടീഷനാണ് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. പിന്നെ 7 രീതിയിൽ അറേഞ്ച് ചെയ്യാം. തിരിച്ചു അറേഞ്ച് ചെയ്യാമെന്നൊരു 2 ഇൻറ്റു 7 അല്ലെ 7 ഇൻറ്റു 2 എന്ന് എഴുതുന്നത്.